ഹലോ, വെൽക്കം ടു Niyazairascookbook. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ ചാപ്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനായി ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് 1/2 കിലോ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒപ്പം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. ഇത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. മട്ടൻ നന്നായി വേവിച്ചെടുക്കണം. ആദ്യത്തെ 2 വിസിലിന് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നീട് സിമ്മിലിട്ടിട്ട് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇതിനായി 2 സവാള എടുത്ത് ചെറുതായി അരിയുന്നുണ്ട്. 1 തക്കാളിയും ചെറുതായി അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 6-7 പച്ചമുളക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കണം. മസാല നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇതിനായി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അത് കുറച്ചുകൂടി ടേസ്റ്റി ആക്കും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പം, അരിപ്പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ ഇത് ഏറ്റവും നന്നായി ചേരുന്നത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.